ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ശാലിക്കുട്ടാപ്പി വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നാളെ കർക്കിടകം ഒന്നാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒടുക്കലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് കർക്കിടകമൊന്നും ചിങ്ങമൊന്നും എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ തന്നെയാണല്ലേ. നമ്മുടെ വീടും പരിസരം വൃത്തിയാക്കിയിടുക, എല്ലാം കൊണ്ടും ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എടുത്തെടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമുക്ക് നാളെയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊന്നും എടുത്ത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ. അറിയാലോ, ഇപ്പോൾ 8 മന്ത് ആയിരിക്കണു, 33 വീക്സിലേക്കായി ഞാനിപ്പോൾ. അപ്പോൾ എല്ലാ പണികളും ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം വീട് തൂത്ത് തുടയ്ക്കുക, പിന്നെ വിളക്കുകൾ കാര്യങ്ങളൊക്കെ തൂത്ത് തുടയ്ക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഹെവി ആയിട്ടുള്ള പണികളൊന്നും ഞാൻ ചെയ്യാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കുറച്ചധികം തുണികൾ ഉണ്ടായിരുന്നു മടക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ സിറ്റൗട്ടും ഹാളും ഒക്കെ തൂത്ത് തുടയ്ക്കാനായിട്ടോ പോയത്. ഇതൊരു ബ്ലോഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് എന്നെ അറിയാവുന്ന എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഞാൻ എല്ലാ മലയാള മാസം 1-ാം തീയതി ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വ്ലോഗ് ഇടാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കാനും നിങ്ങളെ കാണിക്കാനും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാനിത് നേരത്തെ തൊട്ട് ചെയ്തു പോകുന്നൊരു കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ മലയാള മാസം 1-ാം തീയതി തലേദിവസം വീടും പരിസരവും വൃത്തിയാക്കുക, വിളക്ക് ഉടയ്ക്കുക, അമ്പലത്തിൽ പോവുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ഒരു മോശവശങ്ങൾ മാത്രമേ കണ്ടെത്താൻ ശ്രമിക്കാറുള്ളൂ, നല്ലതൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും കണ്ടിട്ടില്ല, അത് തന്നെ സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുക. അപ്പോൾ നിങ്ങളിലേക്കിത് കാണിക്കുക എന്നുള്ളത് എനിക്കതൊരു മോശമായിട്ട് തോന്നിയില്ല. പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എനിക്ക് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം വീടും പരിസരമല്ല, വീടും ഒക്കെ ഉള്ളൊക്കെ തുടയ്ക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ എല്ലാവരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരാളൊഴിച്ച് മാത്രം, എൻ്റെ ഡോക്ടർ ലജിത എന്നോട് ബെഡ് റെസ്റ്റ് പറഞ്ഞതാണ്. എൻ്റെ ഡോക്ടർ ഒരു കാരണവശാലും പണി നീ ഒന്നും ചെയ്യരുത്, നിനക്ക് സെക്ഷനാണ്, അതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കാൻ പാടില്ല, അതുകൊണ്ടിട്ട് നീ ഒരു പണിയെടുക്കരുതെന്ന് പറഞ്ഞാണ് എൻ്റെ ഡോക്ടർ. പക്ഷേ ദൈവത്തെ ഓർത്ത് ഡോക്ടർ ഈ വീഡിയോ കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ട മിക്കവാറും എൻ്റെ ചീത്തയും പറയും. കാരണം എന്ത് ചെയ്യാനാണ്, പക്ഷേ ഇത് വേറെ ആരും ചെയ്യാനില്ല. അമ്മയൊക്കെ പ്രായമായ ആൾക്കാരാണ്, അപ്പോൾ അമ്മയ്ക്കൊന്നും വയ്യാത്തത്, അമ്മയ്ക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളും ഷുഗറും എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും വയ്യാത്ത വേറെ ആരും ചെയ്യാനുമില്ല. പിന്നെ ഞാൻ എല്ലാം ഒറ്റയടിക്കല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ കുറേശ്ശെ റെസ്റ്റ് എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത് കേട്ടോ. മെയിനായിട്ട് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അല്ലുക്കൂട്ടിന് ഉറങ്ങുമ്പോഴായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത്. ആളിതേ ഉറക്കം എണീറ്റ് വന്നതേ പാലും കുടിച്ചൊക്കെ എൻ്റെ കൂടെ അവിടെ വാതിക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും. പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. രാവിലെ പതിവ് പോലെ തന്നെ അല്ല, എന്ന് വെച്ചാൽ നേരത്തെ എണീറ്റു. സാധാരണ ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമൊക്കെ ആയപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടൊക്കെ കൂടുതൽ സമയം ഇപ്പോൾ എണീക്കാറ്. ഇപ്പോൾ കർക്കിടകം ഒന്നായത് കൊണ്ടിട്ട് ഒരു 5:30-5:45 ആയപ്പോൾ എണീറ്റു. ഞാൻ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാഞ്ഞ കൊണ്ടിട്ട് ഡയറക്റ്റ് അപ്പം തന്നെ കുളിച്ചിട്ട് ഞാൻ നേരെ പോയി വിളക്കൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം രാത്രിയെ ഞാനെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടിട്ട് രാവിലെ എനിക്ക് നേരെ അങ്ങ് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കൂട്ടുകാരൻ അമ്പലത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് ഞാനൊരു തുളസിമാല കെട്ടണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കണം. ഇനി ദിവസങ്ങളില്ലല്ലോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനും, പിന്നെ എനിക്ക് എന്തായാലും അമ്പലത്തിലേക്കൊന്നും പോകാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ആദ്യം ഞാൻ വിളക്ക് കത്തിച്ചതിന് ശേഷം തുളസി പറിക്കാനായിട്ടോ പോയത്. ഞാനിവിടെ കുട്ടികളുടെ വീട്ടിൽ വന്ന സമയത്ത് അധികം തുളസി ഉണ്ടായിരുന്നില്ല. ഒരു ചുവട് തുളസിയിൽ കുറച്ച് തുളസി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
ഇപ്പോൾ പിന്നെ അമ്മ പിന്നെയും നട്ടു പിടിപ്പിച്ചു. ഇഷ്ടം പോലെ തുളസി ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും എനിക്കത് പറ്റാണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ തുളസി കാണുമ്പോഴൊക്കെ എപ്പോഴും ഓർക്കും, അയ്യോ ഒരു മാല കെട്ടി ഭഗവാന് കൊടുക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്തായാലും കർക്കിടക ഒന്നിന് കുട്ടിയിടം പോകുമ്പോൾ എന്തായാലും കെട്ടിക്കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞ് എനിക്കൊരു മാല കെട്ടാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. മുല്ലപ്പൂ കെട്ടാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഞങ്ങളുടെ അവിടെ തുറവൂർ അമ്പലത്തിൽ ഭഗവാന് തുളസിമാല കെട്ടിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്താണ് ഞാനത് ശരിക്കും മാല കെട്ടാൻ പഠിച്ചത് തന്നെ. ഞാൻ അത്ര വലിയ നന്നായി മാല കെട്ടുന്ന ഒരാളല്ല, എന്നാലും കൊള്ളാം മാല എന്ന രീതിയിൽ തോന്നുന്ന രീതിയിൽ ഞാനങ്ങനെ തുളസി മാലയൊക്കെ കെട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഭഗവാൻ തുളസി മാലയൊക്കെ കെട്ടിക്കൊടുത്തു. മാലയൊക്കെ കെട്ടിയതിന് ശേഷം പിന്നെ നേരെ ചെന്നത് അടുക്കളയിലേക്കാട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. രാവിലെ പുട്ടും പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ പരിപ്പെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ പിന്നെ പോയി ഡ്രസ്സ് മാറുകയോ ചെയ്ത്. എന്നാൽ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്തായാലും അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അല്ലൂട്ടിൻ്റെയും കാർത്തിനെയൊക്കെ ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ ഒരു 7-ാം മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയുടെയൊക്കെ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. അത് വീട്ടിലെടുത്ത് നടക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾ ഈ ടൈമൊക്കെ ആകുമ്പോൾ 7-ാം മാസം സ്റ്റാർട്ട് തൊട്ട് നമ്മളിങ്ങനെ അയവുള്ള വെട്ടം കിട്ടുന്ന രീതിയിലും കാറ്റ് കയറുന്ന രീതിയിലും ഡ്രസ്സുകൾ ധരിക്കണമെന്നാണ് പറയാറ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് ഈ മഞ്ഞപ്പും കാര്യങ്ങളൊന്നും പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ് പറയാറ്. നമ്മൾക്ക് ഇപ്പോൾ നൈറ്റിയും കാര്യങ്ങളും ഒക്കെ അല്ല കൂടുതലും ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേനും കൂടുതൽ അയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഗൈസ്. എനിക്കിപ്പോൾ സെറ്റിൽമെൻറ്റൊക്കെ എനിക്ക് അല്ലാണ്ട് തന്നെ നോർമലി എനിക്കൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോലും നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയി ഡ്രസ്സ് മാറും കേട്ടോ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വേറൊരു കൊതിയായിരുന്നു, ഇന്ന് പൊതിച്ചോറ് കഴിക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, ഒരു ചമ്മന്തി, അച്ചിങ്ങത്തോരൻ, പപ്പടം, പിന്നെ തക്കാളിയും മുരിങ്ങാക്കോലും കൂടെ ചാറ് വെച്ചത്. അങ്ങനെ ഞാനിന്നൊരു പൊതിച്ചോറും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അച്ഛനും അമ്മയും ഞാൻ പിന്നെ ചേട്ടായിക്കും കൊടുത്തു. ചേട്ടായിക്ക് കൊണ്ടുപോയി ചേട്ടൻ സർപ്രൈസ് ആയി പോയിട്ടുണ്ടായിരുന്നു. കൊടുത്തപ്പോൾ ചേട്ടായിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇന്ന് എനിക്ക് ഡോക്ടറെ കാണേണ്ട ഡേറ്റും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് അന്ന് ഡോക്ടറെ കാണാൻ പോകാനും കൂടെ ഞങ്ങൾ റെഡിയാകാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയിൽ നിന്ന് തീർത്തിട്ട് റെസ്റ്റ് എടുത്തിരിക്കുന്നതായിരുന്നു. പിന്നെ ചെറുക്കൻ എൻ്റെ മേത്ത് കിടന്ന് മറിച്ചിലും കളിയും ചിരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇന്നത്തെയും പോലെ വീണ്ടും ലേറ്റായിട്ടുണ്ടായിരുന്നു കുട്ടിയേട്ടൻ വന്നപ്പോൾ. പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഡോക്ടറെ കാണാൻ ഒരാളും കൂടെ വരുന്നുണ്ട്. വേണ്ടേ, ഒരാൾ ഉറങ്ങാൻ പോലും കൂട്ടാക്കാതെ ഇന്ന് ഞങ്ങളുടെ കൂടെ ചാടി ഓടി പോന്നിട്ടുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞേക്കുവാണ്. ഇനിയിപ്പോൾ സ്കാൻ ചെയ്തിട്ട് ചെല്ലണം. സ്കാൻ ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അറിയാം ഇനി എന്ന് അഡ്മിറ്റ് ആവണമെന്നുള്ളത്. ഇനി വളരെ ചുരുക്ക ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ടാറ്റാ.